ഹലോ ഡിയർ ഫ്രണ്ട്സ്, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ഈ പുസ്തകത്തിനെക്കുറിച്ച് കേട്ടിരിക്കും. വായിക്കാത്തവർക്ക് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. നല്ല ശീലങ്ങൾ വളർത്താനും മോശം ശീലങ്ങൾ തകർക്കാനും എളുപ്പവും തെളിയിക്കപ്പെട്ടതുമായ ഒരു മാർഗം ആണ് ജെയിംസ് ക്ലിയർ ഇതിൽ നമുക്ക് കാണിച്ചു തരുന്നത്. വളരെ ലളിതമായ രീതിയിൽ ഒരു നല്ല ശീലത്തെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് ജെയിംസ് ക്ലിയർ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. വളരെ ഉപകാരപ്രദമായ ഒരു പുസ്തകമാണിത്. കേട്ടു നോക്കൂ. അധ്യായം 17 ഈ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് മുമ്പേയുള്ള അധ്യായങ്ങളെല്ലാം എൻ്റെ സിനീസ് ബുക്കിഷ് തോട്ട്സ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കേട്ടു നോക്കൂ. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തൂ. എന്നാൽ നമുക്ക് തുടങ്ങാം. അധ്യായം 17. ഒരു ഉത്തരവാദിത്ത പങ്കാളിക്ക് എങ്ങനെ എല്ലാം മാറ്റാൻ കഴിയും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പൈലറ്റായി പങ്കെടുത്ത ശേഷം റോജർ ഫിഷർ ഹാർവാർഡ് നിയമ സ്കൂളിൽ പഠിക്കുകയും 34 വർഷം നയതന്ത്രത്തിലും കോൺഫ്ലിക്ട്സ് മാനേജ്മെൻറ്റിലും ജോലി ചെയ്യുകയും ചെയ്തു. അദ്ദേഹം സ്ഥാപിച്ച ഹാർവാർഡ് നയതന്ത്ര പദ്ധതി പല രാജ്യങ്ങളുടെയും ലോക നേതാക്കളുടെയും ഒപ്പം പ്രവർത്തിച്ച് സമാധാന ചർച്ചകളും ബന്ദി പ്രതിസന്ധികളും നയതന്ത്ര തീരുമാനങ്ങളും എടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ 1970കളിലും 80കളിലുമാണ് ആണവയുദ്ധം എന്ന പ്രതിസന്ധിയുടെ മുന്നിൽ ഫിഷർ തൻ്റെ ഏറ്റവും മികച്ച ആശയം ആവിഷ്കരിച്ചത്. അന്ന് ആണവയുദ്ധം തടയാനുള്ള പദ്ധതികളെപ്പറ്റി ചിന്തിക്കുന്നതിനിടെ അദ്ദേഹം വളരെ കുഴക്കുന്ന ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഏത് പ്രസിഡന്റിനും ലോഞ്ച് കോഡുകൾ ഉപയോഗിച്ച് കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമാകാമെങ്കിലും ഈ മരണം നേരിൽ കാണേണ്ടി വരില്ല, കാരണം അവർ ആയിരക്കണക്കിന് മൈൽ അകലെയാണല്ലോ. എൻ്റെ നിർദ്ദേശം വളരെ ലളിതമായിരുന്നു. അദ്ദേഹം 1981 എഴുതി. ആ ന്യൂക്ലിയർ കോഡ് നമ്പർ ഒരു ചെറിയ ഗുളികയിലാക്കി അത് ഒരു സന്നദ്ധത സേവകൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിക്ഷേപിക്കുക. പ്രസിഡന്റിനൊപ്പം നടക്കുമ്പോൾ ഈ സേവകൻ ഒരു ഇറച്ചിക്കത്തിയും കൊണ്ട് നടക്കും. പ്രസിഡന്റിന് ആണവശക്തി ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോൾ സ്വന്തം കൈകൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാതെ നിവർത്തിയില്ല. പ്രസിഡന്റ് പറയണം, ജോർജ് ക്ഷമിക്കുക, എനിക്ക് 10 കോടി ആളുകളെ കൊല്ലണം. അതിനുശേഷം ഒരാളുടെ മുഖത്ത് നോക്കി നിഷ്കളങ്കരുടെ മരണം എന്താണെന്ന് തിരിച്ചറിയണം. വൈറ്റ് ഹൗസ് കാർപ്പറ്റിൽ ചോര പുരളണം. അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാകും. ഈ കാര്യം ഞാൻ പെൻറ്റഗണിലെ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവച്ചപ്പോൾ അവർ പറഞ്ഞു, ദൈവമേ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഒരാളെ കൊല്ലേണ്ടി വരുന്നത് പ്രസിഡന്റിൻ്റെ തീരുമാനത്തെ ബാധിക്കും. അദ്ദേഹം ഒരിക്കലും ആ ബട്ടൺ അമർത്തില്ല. 4ാം സ്വഭാവ പരിണാമ നിയമ ചർച്ച ചെയ്തപ്പോഴെല്ലാം നാം നല്ല ശീലങ്ങൾ ഉടൻ തന്നെ സംതൃപ്തി തരുന്ന രീതിയിലാക്കുന്നതിനെ പറ്റി സംസാരിച്ചു. ഫിഷറിൻ്റെ ഈ നിർദ്ദേശം ഈ നിയമത്തിൻ്റെ നേർവിപരീതമാണ്. പെട്ടെന്ന് തന്നെ അസംതൃപ്തി കൊണ്ടുവരിക. അവസാനം തൃപ്തികരമാണെങ്കിൽ നാം ഒരു കാര്യം ആവർത്തിക്കാൻ തയ്യാറാകുന്നത് പോലെ അവസാനം വേദനാജനകമാണെങ്കിൽ അത് ഒഴിവാക്കാനും തയ്യാറാകും. വേദന വളരെ നല്ല ഒരു അധ്യാപകനാണ്. തോൽവി വേദനാജനകമാണെങ്കിൽ അത് നാം പരിഹരിക്കും. എന്നാൽ തോൽവി താരതമ്യേന വേദനാരഹിതമാണെങ്കിൽ നാം അതിനെ അവഗണിക്കും. ഒരു തെറ്റിൻ്റെ ഫലം വലുതാണെങ്കിൽ നാം അതിവേഗം അത് തിരുത്താൻ പഠിക്കും. മോശം അഭിപ്രായം കിട്ടിയാൽ ഒരു പ്ലംബർ തൻ്റെ ജോലി കൂടുതൽ നന്നാക്കാൻ പരിശ്രമിക്കും. ഉപഭോക്താക്കൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ ഹോട്ടലുകൾ കൂടുതൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിക്കും. തെറ്റായ രക്തക്കുഴൽ മുറിക്കുന്നത് ഒരു സർജനെ കൂടുതൽ പഠിക്കാനും കൂടുതൽ ശ്രദ്ധാലുവാകാനും പഠിപ്പിക്കും. പരിണിത ഫലങ്ങൾ കൂടുതലാകുമ്പോൾ ആളുകൾ വേഗം പഠിക്കും. വേദന ഉടനെ സംഭവിക്കുമ്പോൾ ആ ശീലം തുടരാനുള്ള സാധ്യത കുറയും. മോശം ശീലങ്ങൾ ഒഴിവാക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ശീലത്തിന് ഒരു പരിണിത ഫലം ഉണ്ടാക്കുക. മോശം ശീലങ്ങൾ നാം തുടരാൻ കാരണം അതിൽ നിന്ന് നമുക്ക് എന്തോ ലഭിക്കുന്നത് കൊണ്ടാണ്. ഈ ശീലം ഉപേക്ഷിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായി മാറുന്നു. ശീലത്തിൻ്റെ ശിക്ഷ അതിവേഗമാക്കുന്നത് ഈ അവസ്ഥ പരിഹരിക്കാൻ പറ്റിയ ഒരു മാർഗമാണ്.
ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ അതിന് ഒരു ഫലം ഉണ്ടായാൽ സ്വഭാവം മാറാൻ തുടങ്ങും. താമസിക്കുന്നതിന് പിഴ ഉണ്ടെങ്കിൽ ആളുകൾ സമയത്ത് പണമടയ്ക്കും. ഹാജർ ഗ്രേഡിൻ്റെ ഭാഗമായാൽ വിദ്യാർത്ഥികൾ സമയത്ത് ക്ലാസ്സിലെത്തും. കുറച്ച് വേദന ഒഴിവാക്കാൻ നാം എന്തും ചെയ്യാൻ തയ്യാറാകും. എന്നാൽ ഇതിനൊരു അവസാനമുണ്ട്. ഒരു സ്വഭാവം മാറ്റാൻ നിങ്ങൾ ശിക്ഷ ഉപയോഗിക്കുമ്പോൾ ആ ശിക്ഷയുടെ ശക്തി നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന സ്വഭാവത്തേക്കാൾ വലുതായിരിക്കണം. ജോലി ചെയ്യുന്നതിലും വലിയ വില മടി പിടിച്ചിരിക്കുമ്പോൾ കൊടുക്കേണ്ടി വരണം. ഹോട്ടലുകളിൽ പുകവലിക്കുന്നതോ റീസൈക്കിൾ ചെയ്യാതിരിക്കുന്നതോ ഒക്കെ ഒരു പരിണിത ഫലത്തോടെ ആവണം. ശിക്ഷയ്ക്ക് വേദനയുണ്ടെങ്കിലേ മാറ്റം സംഭവിക്കൂ. ചുരുക്കി പറഞ്ഞാൽ ഉടനെയുള്ള ശിക്ഷ ആളുകളുടെ സ്വഭാവത്തെ ബാധിക്കും. എന്നാൽ കൂടുതൽ അവ്യക്തമായ വൈകിയുള്ള ശിക്ഷ ആളുകളുടെ സ്വഭാവത്തെ ബാധിക്കുകയില്ല. ഭാഗ്യവശാൽ ഏത് മോശം ശീലത്തിനും പെട്ടെന്നുള്ളൊരു ഫലം ചേർക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു ഹാബിറ്റ് കരാർ നിർമ്മിക്കുക. ഹാബിറ്റ് കരാർ. ന്യൂയോർക്കിലെ ആദ്യ സീറ്റ് ബെൽറ്റ് നിയമം വന്നത് 1984 ഡിസംബർ 1-നാണ്. അന്ന് 14% ആളുകളാണ് കൃത്യമായി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ വേഗം മാറി. 5 വർഷത്തിനുള്ളിൽ ദേശത്തിൻ്റെ പകുതിയോളം സീറ്റ് ബെൽറ്റ് നിയമത്തിനു കീഴിലായി. ഇന്ന് 50 സംസ്ഥാനങ്ങളിൽ 49ലും സീറ്റ് ബെൽറ്റ് നിയമം കർശനമാണ്. 2016 ആയപ്പോൾ 88% അമേരിക്കക്കാരും കാറിൽ കയറിയാലുടൻ ബക്കിൾ ധരിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റി. 30 വർഷം കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ സ്വഭാവമാണ് പൂർണ്ണമായി മാറിയത്. ഒരു സാമൂഹിക വ്യവസ്ഥ കൊണ്ടുവരുന്നതിലൂടെ സർക്കാരുകൾ നമ്മുടെ ശീലങ്ങൾ മാറ്റുന്നത് ഇത്തരം നിയമങ്ങളിലൂടെയാണ്. ഒരു സമൂഹം എന്ന നിലയിൽ നാം ചില നിയമങ്ങൾ പാലിക്കാനും ഒരു സംഘമായി അത് അനുശാസിക്കാനും ശ്രമിക്കാറുണ്ട്. സ്വഭാവത്തെ ബാധിക്കുന്ന ഏത് നിയമവും സാമൂഹിക വ്യവസ്ഥകൾ നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിന് ഉദാഹരണമാണ്. സീറ്റ് ബെൽറ്റ് നിയമമോ ഹോട്ടലുകളിൽ പുകവലിക്കുന്നതോ പുനർനിർമ്മാണം ചെയ്യുന്നതോ ഒക്കെ ഇതിന് ഉദാഹരണമാണ്. സമൂഹം ഒരു തരത്തിൽ പെരുമാറാൻ തയ്യാറാകും. നിങ്ങൾ അതിന് തയ്യാറായില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. പൗരന്മാരുടെ പെരുമാറ്റം സർക്കാരുകൾ നിർണ്ണയിക്കുന്നത് പോലെ നിങ്ങൾക്കും സ്വന്തം കരാറുകൾ നിർമ്മിക്കാവുന്നതാണ്. ഒരു ശീലത്തോട് ചേർന്ന് നിൽക്കാനായി നിങ്ങൾ എഴുതി തയ്യാറാക്കുന്ന ഒരു രേഖയാണിത്. ഇത് പാലിച്ചില്ലെങ്കിൽ ശിക്ഷയും ഉണ്ടാകും. അതിനുശേഷം നിങ്ങളുടെ ഉത്തരവാദിത്വ പങ്കാളികളായി 1-2 പേരെ കൂടി ചേർത്ത് നിങ്ങൾക്ക് ഈ കരാറിൽ ഒപ്പിടാം. നാഷ്വില്ലെ, ടെന്നസിയിലെ സംരംഭകനായ ബ്രയർ ഹാരിസ് ആണ് ആദ്യമായി ഈ രീതി നടപ്പിലാക്കിയത്. തൻ്റെ മകൻ ജനിച്ചയുടൻ ശരീരഭാരം കുറക്കണമെന്ന് ഹാരിസ് തിരിച്ചറിഞ്ഞു. തൻ്റെ പരിശീലകനെയും ഭാര്യയെയും ചേർത്ത് അദ്ദേഹം ഒരു ഹാബിറ്റ് കരാർ രൂപപ്പെടുത്തി. ആദ്യത്തെ രൂപരേഖയിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: 2017 ആദ്യ 3 മാസത്തിൽ ബ്രയാൻ്റെ ലക്ഷ്യം ആരോഗ്യകരമായ ഭക്ഷണശീലവും ദീർഘകാല ലക്ഷ്യമായ 10% ശരീരത്തിലെ കൊഴുപ്പും 200 പൗണ്ട് എന്നതുമാണ്. അതിനു കീഴെ ഹാരിസ് ഒരു മാർഗരേഖയും എഴുതി ചേർത്തിരുന്നു. ഘട്ടം 1 സ്ലോ കാർബ് ഡയറ്റ് കർശനമായി പാലിക്കുക. ഘട്ടം 2 കർശനമായ ഒരു മാക്രോന്യൂട്രിയൻ ട്രാക്കിംഗ് പ്രോഗ്രാം തുടങ്ങുക. ഘട്ടം 3 തൻ്റെ ഭക്ഷണക്രമത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നന്നാക്കി ഒരു വ്യായാമ പ്രോഗ്രാം തുടങ്ങുക. ഏറ്റവും ഒടുവിൽ തൻ്റെ ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്ന ദൈനംദിന ശീലങ്ങൾ ഏതൊക്കെയെന്ന് എഴുതി വെച്ചു. ഉദാഹരണത്തിന്, എന്നും കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയെന്ന് എഴുതുക, തൂക്കം നോക്കുക. ഇതിൽ തോറ്റാൽ ഉണ്ടാകേണ്ട ശിക്ഷയും രേഖപ്പെടുത്തിയിരുന്നു. ബ്രയർ ഇതിൽ പരാജയപ്പെട്ടാൽ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും ഔപചാരികമായ വേഷം ധരിക്കണം. ജീൻസ്, ടീഷർട്ട്, ഹുഡി, ഷോർട്ട്സ് എന്നിവയൊന്നും പാടില്ല. മാത്രമല്ല തൻ്റെ പരിശീലകന് $200 കൊടുക്കുകയും വേണം. ഈ പേജിന് കീഴെ ബ്രയറിൻ്റെ പരിശീലകനും ഭാര്യയും കൂടി ഒപ്പുവെച്ചിരുന്നു. ഇത് കേട്ടപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രതികരണം ഇത് കുറച്ച് കൂടുതൽ ഔപചാരികം അല്ലേ എന്നായിരുന്നു, പ്രത്യേകിച്ച് ഒപ്പുവെക്കലൊക്കെ. എന്നാൽ ഹാരിസ് എന്നോട് വിശദീകരിച്ചത് കാര്യങ്ങളുടെ ഗൗരവം കൂട്ടാൻ ഇത് സഹായകമാണ് എന്നാണ്. ഞാൻ ഇത് ചെയ്യാത്തപ്പോഴെല്ലാം ഞാൻ മടി പിടിച്ചിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞ് തൻ്റെ ആദ്യ ലക്ഷ്യങ്ങൾ പാലിച്ചപ്പോൾ ഹാരിസ് തൻ്റെ ലക്ഷ്യം ഒന്ന് നവീകരിച്ചു. പരിണിത ഫലങ്ങളും കൂടുതലായി. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ അളവ് കുറഞ്ഞാൽ പരിശീലകന് $100 കൊടുക്കണം.
തൂക്കം നോക്കിയില്ലെങ്കിൽ ഭാര്യയ്ക്ക് $500 കൊടുക്കണം. അത് അവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. മാത്രമല്ല, ഓടാൻ മറന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ടീമിൻ്റെ എതിർ ടീമിൻ്റെ തൊപ്പി 3 മാസം ധരിച്ചുകൊണ്ട് നടക്കണം. ഈ തന്ത്രം ഫലിച്ചു. ഭാര്യയും പരിശീലകനും ഉത്തരവാദിത്ത പങ്കാളികളായപ്പോൾ ഹാരിസ് തൻ്റെ അമിതഭാരം കുറച്ചു. മോശം ശീലങ്ങൾ അസംതൃപ്തമാക്കാൻ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല വഴി അതിലേക്ക് ഒരു വേദന കൊണ്ടുവരികയാണ്. ഇതാണ് ഒരു ഹാബിറ്റ് കരാർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കരാർ എഴുതണമെന്നില്ലെങ്കിലും ഒരു പങ്കാളി ഉണ്ടാകുന്നത് ഗുണകരമാണ്. ഹാസ്യനടൻ മാർഗരറ്റ് ചോ എന്നും ഒരു തമാശയോ പാട്ടോ എഴുതും. ഇത് അവർ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. ഇത് അവരെ രണ്ടുപേരെയും സഹായിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്നത് വളരെ ശക്തമായ ഒരു പ്രചോദനമാണ്. പെട്ടെന്ന് തന്നെയുള്ളൊരു ശിക്ഷയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മടി പിടിക്കാൻ സാധ്യത കുറവാണ്. നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തില്ലെങ്കിൽ അവർ നിങ്ങളെ മടിയുള്ള ആളായോ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളായോ ഒക്കെ കാണും. പെട്ടെന്ന് നിങ്ങൾ നിങ്ങളോടുള്ള ഉറപ്പുകൾ തെറ്റിക്കുക മാത്രമല്ല, മറ്റുള്ളവരോടുള്ള ഉറപ്പുകൾ കൂടി തെറ്റിക്കുന്നു. ഈ പ്രവൃത്തി നിങ്ങൾക്ക് യാന്ത്രികമാക്കുകയും ചെയ്യാം. കൊളറാഡോയിലെ സംരംഭകനായ തോമസ് ഫ്രാങ്ക് എന്നും രാവിലെ 5:55 ഉണരും. ഉണർന്നില്ലെങ്കിൽ യാന്ത്രികമായി ഇപ്പോൾ 6:10 ഞാൻ ഒരു മടിയനായതുകൊണ്ട് ഞാൻ ഉണർന്നില്ല. ഇതിൽ മറുപടി അയക്കുന്ന ആദ്യത്തെ 5 പേർക്ക് ഞാൻ $5 തരുന്നതായിരിക്കും എന്നൊരു സന്ദേശം അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യപ്പെടും. നാം ലോകത്തിനു മുന്നിൽ നമ്മുടെ ഏറ്റവും മികച്ച രൂപം കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നാം മുടി ചീകുന്നതും പല്ല് തേക്കുന്നതും നല്ല വേഷം ധരിക്കുന്നതുമൊക്കെ ഈ ശീലങ്ങൾ കൊണ്ട് ആളുകൾക്ക് നമ്മളോട് മതിപ്പുണ്ടാകും എന്നതുകൊണ്ടാണ്. നമുക്ക് നല്ല ഗ്രേഡ് വേണം, മികച്ച സ്ഥലങ്ങളിൽ പഠിക്കണം. ഇതെല്ലാം നാം ചെയ്യുന്നത് ഭാവി മേലുദ്യോഗസ്ഥരെയും കൂട്ടുകാരെയും കുടുംബങ്ങളെയും ഒക്കെ സന്തോഷിപ്പിക്കാനാണ്. നമുക്ക് ചുറ്റുമുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പ്രധാനമാകുന്നത് ഇതുകൊണ്ടാണ്. ഇതേ കാരണം കൊണ്ടാണ് ഒരു പങ്കാളി ഉണ്ടാകുന്നത് ഇത്ര നന്നായി ഫലിക്കുന്നത്. അധ്യായ സംഗ്രഹം. സ്വഭാവ പരിണാമത്തിൻ്റെ 4ാം നിയമം തിരിച്ചിടുമ്പോൾ മാറ്റാതെ അസംതൃപ്തി നിറഞ്ഞതാക്കുക. ഒരു ശീലം വേദനയോ അസംതൃപ്തിയോ തരുന്നുവെങ്കിൽ നാം അത് ചെയ്യാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഉത്തരവാദിത്ത പങ്കാളി പെട്ടെന്ന് തന്നെ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. മറ്റുള്ളവർ എന്ത് കരുതും എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമാണ്. ആളുകൾ നമ്മെപ്പറ്റി മോശമായി ചിന്തിക്കണം എന്ന് നാം കരുതുന്നില്ല. ഏത് സ്വഭാവത്തിനും ഒരു സാമൂഹിക വില നൽകാൻ ഒരു ഹാബിറ്റ് കരാറിന് കഴിയും. നിങ്ങളുടെ തന്നെ ഉറപ്പുകൾ ഭേദിക്കുന്നത് വേദനാജനകമാക്കാൻ ഇത് സഹായിക്കും. ആരെങ്കിലും നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നത് വളരെ വലിയ ഒരു പ്രചോദനമാണ്. താങ്ക് യു.